അമ്മാരി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇപ്പം നമ്മൾ പോകുന്നത് എവിടേക്കെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. നമ്മൾ മാങ്കാവിലേക്കാട്ടോ പോണത്. മാങ്കാവെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിണ്ടാവുമല്ലോ. അപ്പോൾ അവിടേക്ക് തന്നെയാട്ടോ പോണത്. ഇപ്പം നമ്മൾ മാങ്കാവ് എത്തിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായിണ്ടാവില്ല നമ്മൾ എവിടേക്കാണ് പോകണമെന്നുള്ളത്. നമ്മൾ പുതിയതായിട്ട് തുറന്നുള്ള ലുലു മാളിലേക്കാണ് നമ്മൾ പോകുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ നല്ല ബ്ലോക്ക് പ്രതീക്ഷിച്ചിട്ടാട്ടോ ഇറങ്ങിയത്. പക്ഷേ മാങ്കാവ് വരെ കുഴപ്പമൊന്നുമില്ലാണ്ട് എത്തി. ഇനി അവിടുന്ന് അങ്ങോട്ടേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ലുലു വന്നാൽ മാങ്കാവിൽ ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ലുലുവിൻ്റെ ഏരിയയിൽ എത്തിയപ്പോൾ ഫുള്ളും ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. രണ്ട് സൈഡിലും ബൈക്കിൻ്റെ പാർക്കിങ്ങും സെൻറ്ററിൽ കാറും ഒക്കെ കൂടെ ആയിട്ട് ഫുള്ളും ബ്ലോക്ക് ആയിരുന്നു. അങ്ങനെ ഇതാണ് നമ്മൾ യൂസഫ് ഖാൻ സമ്മാനിച്ച കോഴിക്കോടിൻ്റെ സ്വന്തം ലുലു മാൾ കേട്ടോ. ഇതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് നോക്കി കുറേ നിന്നിക്കണമെങ്കിലും ഫസ്റ്റ് ഡേ തന്നെ വരാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നമ്മൾ ബൈക്ക് എടുത്തിട്ടാണ് പോയത്. കാർ എടുത്തിക്കണമെങ്കിൽ ഇപ്പോഴൊന്നും അവിടേക്ക് എത്തൂലേനു. അതിൻ്റെ പാർക്കിങ്ങിലേക്ക് കയറിയപ്പോഴാണ് കാര്യം മനസ്സിലായത് അവിടെ പാർക്കിംഗ് ഒക്കെ ഫുള്ളാണെന്നുള്ളത്. പിന്നെ വണ്ടിൻ്റെ ബാക്കിലിരുന്ന് ഞാനിങ്ങനെ എല്ലാ വീഡിയോ എടുക്കേണ്ടതാണ് കേട്ടോ. കാക്ക പാവ ഓട്ടിക്കുന്നുണ്ടായിരുന്നു. മാളിൻ്റെ എക്സ്റ്റീരിയറും പിന്നെ കൊടുത്ത സ്ട്രീറ്റ് ലൈറ്റ് പോലത്തെ സംഭവങ്ങളും ലൈറ്റിങ്ങും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്കവിടെ കണ്ടപ്പോൾ ആദ്യം തോന്നിയത് എന്താ അറിയോ, മാളിനെക്കാട്ട് ഏറ്റവും കൂടുതൽ സ്ഥലം ഒരു പാർക്കിങ്ങിന് ചിലവാക്കിയിരിക്കണെന്നാ. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്കൊരു സ്ഥലം കിട്ടിയത്, അതായത് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് മൂന്നാമത്തെ എൻട്രൻസ് വഴിയാണ് കേട്ടോ. അങ്ങനെ ഒന്നാമത്തേത് അന്വേഷിച്ച് നടക്കുകയും നമ്മൾ രണ്ടുപേരും. ഫസ്റ്റ് ആയിട്ട് വന്നതല്ല, അപ്പം മെയിൻ ഡോർ വഴി തന്നെ കയറാമെന്ന് വിചാരിച്ചു. ഒരാവേശത്തിന്റെ പുറത്താണ് മെയിൻ ഡോർ വഴി കയറാമെന്ന് വിചാരിച്ചെങ്കിലും ഇപ്പം മാള് മൊത്തം ചുറ്റേണ്ട അവസ്ഥ ആയിട്ടോ. നമ്മൾ ഫ്രണ്ടിലെത്തിയിട്ടോ. പക്ഷെ ഫ്രണ്ടിലെത്തിയപ്പോഴാണ് നടന്നതിനൊരു കാര്യം ഉണ്ടായെന്ന് മനസ്സിലായത്. ഫ്രണ്ടിൽ കാണാൻ നല്ല ഏരിയ ഉണ്ട്. പിന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ട് അവിടെ നല്ലോണം അലങ്കരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഒന്ന് കുറച്ച് നേരം ചുറ്റിക്കഴിഞ്ഞ് 2-3 പിക്കൊക്കെ എടുത്തതിന് ശേഷമാണ് അകത്തേക്ക് കയറിയത് കേട്ടോ. അങ്ങനെ ലുലുവിലേക്ക് വലുതുകാല് വെച്ചിട്ട് തന്നെ കയറിയിട്ടോ. കയറുമ്പോൾ തന്നെ വലുതുഭാഗത്ത് സ്റ്റാർബക്സ് ആട്ടോ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ അവിടെ. അവിടെ അത്യാവശ്യം നല്ല ബ്രാൻഡിങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ട് അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റ് ആണല്ലോ ഹൈലൈറ്റ്. അതുകൊണ്ട് ഷോപ്പിലൊന്നും കയറാൻ നിന്നില്ല, നേരെ പോയി നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്.
സ്റ്റാഫ് പറഞ്ഞത് വീഡിയോ എടുക്കാൻ അലൗഡ് അല്ല എന്നുള്ളത്. അവിടെ ഓൾറെഡി നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലേനു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു വീഡിയോസ് ഒന്നും അവിടെ നിന്ന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ കാണുന്ന പിസ്താച്ചിയോ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡിസേർട്ടായിട്ടാണ്. ഇതൊരു അറബിക് ഡിഷാണ്. പക്ഷെ അവിടെ നിന്ന് വാങ്ങിക്കാൻ നിന്നിട്ടില്ല, കാരണം ബില്ല് ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം കഴിയും ബില്ല് ചെയ്ത് കിട്ടാൻ. അങ്ങനെ പർച്ചേസിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഉമ്മാമാൻ്റെ എഴുത്തിനെ കണ്ടിട്ടോ. അവരെ വീട് വരുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത, അതായത് മാളിൻ്റെ തൊട്ടടുത്ത. അവരും പേരക്കുട്ടികളും മക്കളും എല്ലാവരും കൂടിയാണ് വരുന്നത്. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കുറേ കാലത്തിൻ്റെ ശേഷമാണ് കാണുന്നത്. ഞാൻ അവിടുന്ന് ഒരു ആൽഫ്രഡോൻ്റെ ഒരു പാസ്തൻ്റെ ചെറിയൊരു ഗ്രാമം വാങ്ങിന്. അപ്പോൾ അവിടുന്ന് എങ്ങനെയാണ് ബില്ല് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അവിടെ സ്റ്റാഫ് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ബില്ല് ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ. ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഞാൻ കുറേ നേരം ഞാൻ നോക്കി നിന്നത് എങ്ങനെയാണ് ചെയ്യണം, കാരണം നമുക്ക് സ്വന്തമായിട്ട് ഇതിൽ ബില്ല് ചെയ്യാനൊക്കെ പറ്റും. ഇതാണ് കൗലത്തുമ്മ. ഞാൻ കൗലത്തുമ്മ എന്നാട്ടോ വിളിക്കുക. ഇത് ഉമ്മമ്മൻ്റെ ഏടത്തിൻ്റെ മൂത്ത മോളാണ്. പിന്നെ പേരക്കുട്ടി, അത് ചെറിയൊരു പേരക്കുട്ടി. ഇത് നബീല, പിപ്പി, അങ്ങനെ എല്ലാവരും ഉണ്ട്. അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് വീണ്ടും നമ്മൾ നടക്കാൻ തുടങ്ങി. ആ മാള് മൊത്തം നടന്ന് തീരുന്നു. പിന്നെ നമ്മൾ പോയത് നേരെ ഫാഷൻ സ്റ്റോറിലേക്കാട്ടും. ഡ്രസ്സും കുറച്ച് ജ്വല്ലറീസും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്, വാങ്ങിക്കാനല്ല, ജസ്റ്റ് നോക്കാൻ. ഈ ഒരു സ്റ്റോർ അത്യാവശ്യം ഏരിയ ഉണ്ട് കേട്ടോ, നന്നായിട്ട് നടന്ന് കാണാൻ മാത്രമുണ്ട്.
താഴത്തെ ഫ്ലോർ കഴിഞ്ഞ് നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാട്ടോ. ഏറ്റവും മേലത്തെ ഫ്ലോറാണ് ഫുഡ് കോർട്ട് വരുന്നത്. അവിടെ KFC, പിന്നെ പിസ്സ ഹട്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. അവിടെ നിന്നും വാങ്ങി കഴിക്കാൻ നിന്നിട്ടില്ല. അവിടെ തന്നെ ആൾക്കാർക്ക് ഇരിക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് അങ്ങനെ ഫുഡ് കഴിക്കാനൊന്നും നമ്മൾ രണ്ടുപേരും നിന്നിട്ടില്ല. ഇതൊരു ഗെയിമിംഗ് ഏരിയ കേട്ടോ. പക്ഷെ അവിടേക്ക് അടുക്കാൻ കഴിയില്ല. അവിടെ ഭയങ്കര തിരക്കാണ്. അതിനൊക്കെ നമ്മൾ അങ്ങോട്ട് പോകാൻ നിന്നിട്ടില്ല. പിന്നെ ഒരു ദിവസം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. മാളിൻ്റെ ഉള്ളത്തെ ചുറ്റലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിട്ടോ. പുറത്തിറങ്ങുമ്പോൾ ടൈം 10 മണിയായിരിക്കും. നമ്മൾ കയറിയത് 6 മണിക്കാണ്. ആ ടൈം മൊത്തം അതിൻ്റെ ഉള്ളിൽ തന്നെ വെറുതെ നടന്ന് കളിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.